305 അടി ആയപ്പോൾ ഞങ്ങൾ അത് നിർത്തിവെച്ചു. ഞങ്ങൾ ഇനി കുഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് നിർത്തിവെച്ചു. ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല കിണറ്റിനകത്ത്. ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു, മാതാവ് ഞങ്ങൾ കുഴിച്ച കിണറ്റിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് വേറെ കിണർ കുഴിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഞങ്ങൾക്ക് കുഴിച്ച കിണറ്റിൽ തന്നെ വെള്ളം വേണം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ കിണറ്റിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ്, അതിനകത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. ബോർവെൽ ആയതുകൊണ്ട് ഞങ്ങൾ അത് ഒരു നൂലിനകത്ത് ഒരു ചെറിയൊരു പാത്രം കെട്ടിയിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്താണ് പോയത്. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 305 അടി കുഴിച്ചതിനകത്ത് 240 അടിയും വെള്ളമായിരുന്നു. ഞങ്ങൾ 60 അടി താഴേക്ക് ചെന്നപ്പോഴത്തേക്ക് തന്നെ ആ പാത്രം വെള്ളത്തിൽ മുട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചായിരുന്നു UK-ൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഭവനം തരണമെന്ന്. അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ കുറേ ആൾക്കാർ ഡെപ്പോസിറ്റ് എമൗണ്ട് ഒക്കെ ആയിട്ട് കരുതി കയ്യിൽ വെച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് ലഭിക്കാതെ അവരൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും എനിക്കെന്തോ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും ഞങ്ങൾ 3 വീട് പോയി നോക്കുകയും ചെയ്തു. അതിൽ രണ്ടാമത് കണ്ട വീട് ഈ വീടാണ് നമുക്കുള്ളതെന്ന് ഒരു തോന്നൽ തോന്നി. ആ വീട്ടിൽ കണ്ടതിന് ശേഷം അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വീടിന് ഓഫർ കൊടുത്തു. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. ഓഫർ ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ഡെപ്പോസിറ്റിനുള്ള പൈസ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്ന ഗോൾഡൊക്കെ വിറ്റിട്ടാണ് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ കാണിക്കാൻ പറ്റിയത്. ആ വീടെന്ന് പറയുന്നത് നമുക്ക് മുമ്പേ ദൈവം ദൂതനെ അയക്കുന്നു പറയുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ വീട്. കാരണം അത്രയും നല്ലൊരു വീട് ആ ഏരിയയിൽ ഈ റേറ്റിന് എങ്ങനെ കിട്ടിയെന്ന് ആ വീട് കാണാൻ വന്ന ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ മാസം ഈ ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളുടെ അതിർബാനയ്ക്ക് കാരണം ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വരണമെന്ന് ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചതായിരുന്നു. പക്ഷേ ഈ വീടിന്റെ പ്രോസസ് ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വീടിന്റെ അവിടെ ഉണ്ടായിരുന്ന ഓണർ അവർക്ക് വീട് കിട്ടുക സെപ്റ്റംബർ മാസത്തിലായിരുന്നു. പക്ഷേ സെപ്റ്റംബറിലേക്ക് അവർ മാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അതിർബാനം നടത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, സമയത്തിന് മേൽ അധികാരമുള്ള മാതാവല്ലേ, ഇതിനെന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കി തരണമെന്ന്. ആ വീടിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ ഇവിടെ ബ്രോക്കർമാരെ പോലെ അവിടെ നിൽക്കുക റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരാണ്. ആ എസ്റ്റേറ്റ് ഏജന്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സെല്ലറിന്റെ അടുത്ത് വാദിക്കുമായിരുന്നു. അവർക്ക് നാട്ടിൽ പോകാനുള്ളതാണ്, ആ വീട് അവർക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ജൂലൈ 4-ാം തീയതി ഞങ്ങൾക്ക് ആ വീടിന്റെ കീ തന്നു. ആ ജൂലൈ 4-ാം തീയതി ആ കീ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്, മാതാവ് തന്നതാണെന്നുള്ളതിന്റെ ഒരു തെളിവ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ വീടിന്റെ കീ മേടിക്കാൻ വീടിന് മുമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ കറക്റ്റ് മുകളിലായിട്ട് മേൽക്കുരയുടെ മുകളിലായിട്ട് ഒരു പ്രാവ് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഞങ്ങൾ കീ മേടിച്ച ആ വീടിന്റെ മുമ്പിൽ നിന്നെടുത്ത ഫോട്ടോയ്ക്കകത്ത് ആ മേൽക്കുരയുടെ മുകളിൽ ആ പ്രാവ് നിൽക്കുന്ന ഫോട്ടോയും കൂടി ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഒരു മാസത്തിന് മുകളിൽ അവിടെ താമസിക്കുന്നു. അവിടെ ഞാൻ പിന്നെ ഒരു പ്രാവിനെ പോലും ഞാൻ ആ വീടിന് ആ പരിസര പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്കത് ഉറപ്പായി, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നതാണ് ആ വീടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. പിന്നീട് എനിക്ക് നിയോഗത്തിൽ വെക്കാത്ത ഒരു വലിയൊരു ദൈവ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കാറ് മാതാവിനോട്, മാതാവ് എല്ലാവർക്കും മെഴുകുതിരിയിൽ ഓരോ രൂപങ്ങൾ വരുന്നു, മാതാവിന്റെ രൂപം വരുന്നു, സുഗന്ധാഭിഷേകം കൊടുക്കുന്നു, മാതാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു, എനിക്ക് മാത്രം എന്താ ഒന്നും തരാത്തത്, ഞാൻ ഉടമ്പടി ചെയ്യുന്നത് അത്രയ്ക്ക് മോശമായിട്ടാണോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നവംബർ മാസം രണ്ടാമത്തെ ഞായറാഴ്ച ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട്, നീ ആ തിരിയിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതാണ്, അത് എൻ്റെ തോന്നലാണെന്ന് വിചാരിച്ചു ഞാൻ തിരിയിലേക്കൊന്നും നോക്കിയില്ല. ഞാനന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കിടന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണുള്ളത്, ആ തിരിയിലേക്ക് നോക്കാനാണ്. അങ്ങനെ ഞാൻ ആ തിരിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഈശോയുടെ രൂപമാണ്, ഈശോയുടെ മൂക്കും കണ്ണൊക്കെ ആയിട്ട് ഈശോ കുരിശിൽ കിടക്കുന്ന വേദന സഹിച്ച് കിടക്കുന്ന രൂപത്തിന്റെ അതുപോലെയുള്ള ഒരു തിരിയിൽ, അതുപോലെ ഒരു രൂപമാണ് തിരിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ തിരിയിൽ വരുന്നതിന്റെ വെള്ളിയാഴ്ച ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോന്റെ ഇങ്ങനെ മുൾമുടി അണിഞ്ഞ് ഈശോ ഇങ്ങനെ രക്തമൊക്കെ ഒഴുകി നിൽക്കുന്ന ഒരു ഷോർട്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തട്ടി മാറ്റി ആ ഈശോന്റെ രൂപമാണ് എൻ്റെ